സാഹസികത ഇഷ്ടപ്പെടുന്ന സഞ്ചാരികളുണ്ട്. അപ്പോൾ ആ ലെവലിലും നമുക്ക് എന്താക്കാൻ പറ്റും, ഡെവലപ്ഡ് ആവാൻ പറ്റും എന്നാണ് പറയുന്നത്. ദെൻ ഇൻ്റർനാഷണൽ ടൂറിസം ഹാസ് ബിക്കം എ സിഗ്നിഫിക്കൻറ്റ് എക്കണോമിക് ആക്ടിവിറ്റി ടു ഏർലി 21st സെഞ്ച്വറി അല്ലേ. 21ാം നൂറ്റാണ്ടിൽ തന്നെ ഏത് ഇൻ്റർനാഷണൽ ടൂറിസം, അന്താരാഷ്ട്ര ടൂറിസം എന്ന് പറയുമ്പോൾ മൊത്തത്തിലുള്ള ടൂറിസം, കേരളത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല, കാശ്മീർ മൊത്തത്തിലുള്ള ഇൻ്റർനാഷണൽ ടൂറിസം എന്താണ് ബിക്കം എ സിഗ്നിഫിക്കൻറ്റ് ഫാക്ടർ ഇൻ എക്കണോമിക് സെക്ഷൻ അല്ലേ. നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഇല്ലാതിരിക്കുകയാണെങ്കിൽ സാമ്പത്തികത്തിലേക്ക് നല്ല വരുമാനം കിട്ടണം. അപ്പോൾ ഇതിന് ഇൻ്റർനാഷണൽ ടൂറിസത്തിനെ നമ്മൾ എൻകറേജ് ചെയ്തേ പറ്റൂ. affecting regions ranging from the Arctic to Antarctica. It is believed that organized travel with facilities and service to travelers. Sightseeing is an important destination as well as experience can be found in ancient Greece and Rome. International tourism എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് ancient Greece and Rome ആണ് അല്ലേ. ഗ്രീസിലും റോമിലും ഒക്കെ അതൊക്കെ ഹിസ്റ്റോറിക്കൽ പ്ലേസസ് ആണ്. ഇഷ്ടം പോലെ ബ്യൂട്ടിഫുൾ പ്ലേസസ് ആൻഡ് ക്ഷേത്രങ്ങളിൽ കുറേ ടെമ്പിൾസ്, എന്താ പറയുക, പണ്ടത്തെ രാജാക്കന്മാരുടെ പല കുടീരങ്ങളും അവരുടെ നാണയങ്ങളും അങ്ങനെയുള്ള ഹിസ്റ്റോറിക്കൽ മോണുമെൻറ്റ്സും പോലുള്ള പല ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻറ്റ് സംഭവങ്ങളെല്ലാം കാണാൻ ഇൻ്റർനാഷണലി എന്ത് ചെയ്യാം, ഇൻ്റർനാഷണലായിട്ട് ടൂറിസത്തെ വികസിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത്തരത്തിലൊന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ദിസ് ഏർലി ഫോം ഓഫ് ട്രാവൽ ക്യാൻ ബി കൺസിഡർ ദ ഫൗണ്ടേഷൻ വാട്ട് വി കോൾ ദ ഹെറിറ്റേജ് ടൂറിസം വെർ പീപ്പിൾ വിസിറ്റ് ഹിസ്റ്റോറിക്കൽ സൈറ്റ്സ് ആൻഡ് മോഡേൺ ബീച്ച് റിസോർട്ട്. ഇപ്പോൾ വരുന്ന ആളുകൾക്ക് നമ്മൾ ഹിസ്റ്റോറിക്കൽ പ്ലേസസിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ഇഷ്ടം എന്താണ്, റിസോർട്ടുകളിൽ സ്റ്റേ സേഫ് എന്നല്ലേ. റിസോർട്ടുകളിൽ താമസിച്ചിട്ട് എന്ത് ചെയ്യണം, സൈറ്റ് സീയിങ് ആൻഡ് എംഫസൈസ് ഇമ്പോർട്ടൻറ്റ് ഡെസ്റ്റിനേഷൻ ആസ് വെൽ ആസ് എക്സ്പ്ലോർ ഡെസ്റ്റിനേഷൻസ്. കുറേ നല്ല സ്ഥലങ്ങൾ, കുറേ ഡെസ്റ്റിനേഷൻസ് കാണണം അവർക്ക്. സൈറ്റ് സീൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നല്ല പ്രകൃതി മനോഹരിതമായ സ്ഥലങ്ങൾ കാണണം. ഇതിലൊക്കെ തന്നെയാണ് സഞ്ചാരികൾ നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നത്. മോഡേൺ ടൂറിസം originated in the industrial of West has evolved significantly as in the 16th century. The aristocratic grant of our cultural sites of France വായിക്കുന്നത് ശ്രദ്ധിക്കണം. ഏതൊക്കെയാണ് നമ്മളെ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള സ്പോർട്സിൻ്റെ അല്ലെങ്കിൽ ഇൻ്റർനാഷണലി നമ്മുടെ നമ്മുടെ ടൂറിസവുമായി ബന്ധപ്പെട്ട ബ്യൂട്ടിഫുൾ പ്ലേസസിന് എക്സാമ്പിളാണ് ഫ്രാൻസ്, ജർമ്മനി ആൻഡ് ഇറ്റലി. ഓക്കെ, വിച്ച് ഇൻക്ലൂഡഡ് ക്ലാസിക്കൽ റോമൻ ടൂറിസം. അതിന് എന്തിൻ്റെ ഭാഗമായിട്ട് ഇത് അറിയപ്പെടുന്നത്? ക്ലാസിക്കൽ റോമൻ ടൂറിസം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഗ്രൂ റാപ്പിഡ്ലി പ്രൊഫഷണൽ ഇൻഡസ്ട്രിയൽ മിഡിൽ ക്ലാസസ് ജോയിൻ ദ ലാൻഡ് ലോണിംഗ് പൊളിറ്റിക്കൽ ക്ലാസസ് ആൻഡ് ദ മെൻ ഓഫ് 17th and 19th century primarily through the European, particularly the Italy social connections. The Grand Tour initially reserved aristocrats and become more accessible. New social classes has been influenced. The middle classes gain power and influence. They engage social practice like Grand Tour to gain status of education. By the early 19th century, European travel to health, leisure time, cultural and became common among to middle classes with guidebooks, primers and art of souvenir makes carefully celebrated transportation and lodging system of smoothing the way of cultural capital അല്ലേ. അപ്പോൾ നമ്മുടെ മൂലധനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റാണ്. കാരണം ഇൻ്റർനാഷണലി പറയുമ്പോൾ ഗ്രീക്ക്, ഫ്രാൻസ്, റോം അവർ മൊത്തത്തിലൊരു ഗ്രാൻഡ് ടൂർ അല്ലേ അങ്ങനെയൊക്കെ ഒരു ഉണ്ടായിട്ടുണ്ട് എങ്കിലും പക്ഷെ അത് അത്രത്തോളം വിജയിക്കാൻ പറ്റിയിട്ടില്ല. എങ്കിലും ഈ ഒരു ഇൻ്റർനാഷണൽ ടൂറിസം നമ്മളെ കൂടുതൽ ഡെവലപ്പിങ്ങിലേക്ക് നയിക്കും. അതിനോടനുബന്ധിച്ച് കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. കാരണം അത്രക്കും കാര്യങ്ങൾ നമ്മൾ ഇൻ്റർനാഷണൽ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാനുണ്ട് അല്ലേ. ഗ്രീസ് ആയാലും റോം ആയാലും അങ്ങനെ പലതും. ഹിസ്റ്റോറിക്കൽ ടൂറിസം, വാട്ട് ഈസ് ഹിസ്റ്റോറിക്കൽ ടൂറിസം നിങ്ങൾക്ക് തന്നെ അറിയില്ലേ? എന്താണ് ഹിസ്റ്റോറിക്കൽ ടൂറിസം? മലയാളത്തിൽ എന്ത് പറയും? ചരിത്രപരമായിട്ടുള്ള ടൂർ പ്രോഗ്രാം. ചരിത്രം എന്ന് പറയുമ്പോൾ നമ്മുടെ നേരത്തെ മിസ് പറഞ്ഞ പോലെ തന്നെ അല്ലേ, റോമൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, ഗ്രീസ് റോമിലെ ടെമ്പിൾസും അവരുടെ പ്രത്യേകതകളും ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ എന്താണ് മറ്റുള്ളവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. മറ്റുള്ളവർ എന്ന് പറഞ്ഞാൽ വിദേശികൾക്ക്. അതേപോലെ ഹിസ്റ്ററി ഹാസ് ലോങ് പ്ലേഡ് ടു ഇമ്പോർട്ടൻറ്റ് റോൾ ഓഫ് ടൂറിസ്റ്റ് ആക്ടിവിറ്റി, ഇൻസ്പയറിംഗ് പീപ്പിൾ ടു എക്സ്പ്ലോർ ദ മിസ്റ്ററീസ് ആൻഡ് വണ്ടർ ഓഫ് ദ പാസ്റ്റ്, making it timeless and entry concept of historical heritage tourism, discovering the location, history and heritage through the various activities
സൈറ്റ് സീയിങ്, മ്യൂസിയം വിസിറ്റിൽ ഏറ്റവും കൂടുതൽ നമ്മൾ എന്താ പറയുക ടൂറിസത്തിലേക്ക് പോകുന്ന വിഭാഗങ്ങൾ സൈറ്റ് സീയിങ് ആണ്. ഒരു വിഭാഗം ഇഷ്ടപ്പെടുന്നത് സൈറ്റ് സീയിങ്, അത് പ്രകൃതി മനോഹാരിത കണ്ണുകൊണ്ട് ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുന്നതാണ് ഒരു ടീം. വേറെ ടീമിന് ഇഷ്ടപ്പെടുന്നത് എന്താണ്? മ്യൂസിയം വിസിറ്റ്, മ്യൂസിയങ്ങളൊക്കെ മ്യൂസിയം എന്ന് പറഞ്ഞാൽ എന്താ പണ്ടുള്ള പഴയ മ്യൂസിയങ്ങളിൽ പല എന്തുണ്ട് കാണാനുള്ള പല ശില്പങ്ങളോ അല്ലെങ്കിൽ നമ്മൾ അത്രയും വിലമതിക്കാനാവാത്ത പല സംഭവം അതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കുക, മ്യൂസിയം വിസിറ്റ് ചെയ്യുക. ആൻഡ് സാമ്പിളിംഗ് റെസിപ്റ്റ്സ് ആൻഡ് എക്സ്പ്ലോറിംഗ് ലോക്കൽ കസിൻസ് അപ്രോച്ച് ദ culinary heritage of the region. Place with a rich heritage of well-designed tourist infrastructure attract all types of tourists, making them the most popular tourist destination. Budapest, for example, of our architectural grandeur, historical bath and fantastic nightlife with its famous ruined pubs. These attractions contribute to Budapest popularity as the destination due to rich heritage and diverse night scene. അല്ലേ, നൈറ്റ് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു ഫാഷനാണ് നൈറ്റ് ഡ്രൈവ്. അതും എന്താണ് ഒരു ടൂറിസമായിട്ട് ബന്ധമല്ല, മിസ് പറഞ്ഞതെന്നുള്ളൂ. പക്ഷേ എന്താണ് നൈറ്റ് എന്താ പറയുക നൈറ്റ് ലൈഫ്. അപ്പോൾ നൈറ്റ് ലൈഫ് എന്ന് പറയുന്ന പുതിയൊരു തരം എന്താ പറയുക അതിനും ഹിസ്റ്റോറിക്കൽ ടൂറിസമായിട്ട് ബന്ധമുണ്ട്. കാരണം ടൂറിസം ഇസ് ഇൻ ഇന്ത്യ ഇസ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് എ കൺട്രി ഇൻ ഹിസ്റ്ററി. നമ്മുടെ ടൂറിസം എന്ന് പറയുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് ടൂറിസം. നമുക്കറിയില്ല അറബികൾ നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ ടൂറിസത്തെ പറ്റി പറയും ഇൻ്റർനാഷണലി അല്ല, ഇന്ത്യയെ മാത്രം നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ ആരൊക്കെ നമ്മുടെ ടൂറിസ്റ്റ് ആയിട്ട് വിദേശികൾ എന്തൊക്കെ കച്ചവടത്തിനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്, അവർ ഇന്ത്യ കാണാൻ വന്നവരാണ് അല്ലേ. ബ്രിട്ടീഷുകാർ ഇന്ത്യ ജസ്റ്റ് ഒന്ന് ടൂറിസ്റ്റുകളായിട്ട് വന്നതാണ്, പിന്നീട് നമ്മൾ ഭരിച്ചു എന്ന് നോക്കണ്ട അല്ലേ. പിന്നെ നമ്മൾ അടക്കി ഭരിച്ചവരാണ് ബ്രിട്ടീഷുകാർ. നെക്സ്റ്റ് പിന്നെ അറബികൾ വന്നില്ലേ, നമ്മുടെ എന്തൊക്കെ നമ്മുടെ അസംസ്കൃത പദാർത്ഥങ്ങൾ ഏലം, ഇഞ്ചി, കുരുമുളക് അല്ലേ, ഇതൊക്കെ ടൂറിസ്റ്റുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് അവർ പിന്നെ ഇവിടെ തന്നെ നിന്നത്. ഇവിടെ ഒരു ട്രേഡിങ് സെൻ്ററായിട്ട് ഇന്ത്യയെ മാറ്റിയതും സ്റ്റാർട്ടിങ് എന്താ ടൂറിസം തന്നെയാണ്. നമുക്കല്ല, അവർ ടൂറായിട്ട് വന്നതാണ് ഇവിടെ വിദേശികൾ, ഇവിടുത്തെ കാര്യങ്ങൾ കാണാനും ആസ്വദിക്കാനും. നമ്മളാണെങ്കിൽ കേരളം നിൽക്കുന്നത് എങ്ങനെയാണ്, ചുറ്റും സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ടത്, അധികം സമുദ്രമാണ് കൂടുതലും. അപ്പോൾ സമുദ്രത്തിലൂടെ യാത്ര ചെയ്ത് പെട്ടെന്ന് എത്താൻ പറ്റുന്നു. കപ്പലൊക്കെ ഇറങ്ങിയ കാപ്പാട് വാസ്കോ ഡ ഗാമ ഇറങ്ങിയ പോലെ നമ്മുടെ കപ്പലൊക്കെ നമ്മൾ തീരത്തൊക്കെ വന്നണഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളെ കേരളത്തിലെത്താൻ സാധിക്കും. അങ്ങനെ ടൂറിസം ഇന്ത്യ ഇസ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് കൺട്രി ഓഫ് ഹിസ്റ്ററി കൾച്ചറൽ ഹെറിറ്റേജ് പ്രൊവൈഡിങ് ന്യൂമറസ് അട്രാക്ഷൻ. നമുക്ക് ഹെറിറ്റേജ് നമ്മുടെ പാരമ്പര്യമൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ ഉള്ളൊരു രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യ ഈസ് എ ഹോം ഓഫ് ന്യൂമറസ് ഹിസ്റ്റോറിക്കൽ റൂളേഴ്സ് ആൻഡ് വാരിയേഴ്സ്. അപ്പോൾ നിങ്ങൾ ഇനി എക്സാമിന് എഴുതേണ്ട ഭാഗ്യമായിട്ടും എന്ത് ചോദിച്ചാൽ ഹിസ്റ്റോറിക്കൽ ടൂറിസത്തിനെ പറ്റി എക്സാമിന് ചോദിക്കും. വാട്ട് ഈസ് ഹിസ്റ്റോറിക്കൽ ടൂറിസം, വാട്ട് ഈസ് ഇമ്പോർട്ടൻസ് ഓഫ് ഹിസ്റ്റോറിക്കൽ ടൂറിസം ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത് എന്താണ്?